രാവിലെ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കാതെ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുത്താലോ. അതും അരിപ്പൊടിയൊന്നും ചേർക്കാതെ പച്ചരി ഒന്നും കുതിർത്ത് അരയ്ക്കാതെ തേങ്ങ ചേർക്കാതെ കപ്പി കാച്ചാതെ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നിറച്ച് കുത്തുകളുള്ള അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറക്കാത്ത റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. ഒരുപാട് ചൂടൊന്നുമില്ല, എന്നാൽ തീരെ തണുത്തതുമല്ല, ചെറിയൊരു ചൂടുണ്ട്. ആദ്യമേ 1 കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വടിച്ചെടുക്കാനായിട്ട് ആകെ ഒരു 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് ഒന്നിങ്ങ് അടിച്ചെടുത്തോണ്ട് വരാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെയില്ല, നന്നായിട്ട് ഒന്നിങ്ങ് പുളിച്ചു വരേണ്ട സമയം അത്ര മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ 1 മണിക്കൂറാട്ടോ വേണ്ടി വന്നത് നന്നായിട്ടൊന്ന് പുളിച്ചു വരാനായിട്ട്. മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് 1/4 കപ്പ് വെള്ളവും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സാക്കി നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആകെ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളം ഒരു 1.5 കപ്പ്. ആദ്യമേ ഒരു 1/4 കപ്പ് ചേർത്ത് അടിച്ചു, ബാക്കി 1/4 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം തന്നെ പുളിച്ച് പൊങ്ങി ഇതേപോലെ വന്നിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി വരും. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 1 മണിക്കൂർ വേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ല ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഇതേപോലെ മാവ് കോരി ഒഴിച്ച് നമുക്ക് നല്ല ചൂടുള്ള അപ്പം ഇങ്ങ് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നിറച്ച് കുത്തുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്നങ്ങ് മൂടി വയ്ക്കാം. ശരിക്കും ഒന്നിങ്ങ് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാം. ഈ അപ്പം മറച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി. കണ്ടോ, നിറച്ച് കുത്തുകളൊക്കെ വന്ന് നല്ലോണം തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ എടുത്ത് മാറ്റി അടുത്ത അപ്പം ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ദോശയായിട്ടാണ് റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. തീരെ കനം കുറഞ്ഞ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ദോശയില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. ഇതേപോലെ മാവങ്ങ് കോരി ഒഴിച്ച് ഓരോ അപ്പവും പെട്ടെന്ന് റെഡിയാക്കി എടുത്ത് നല്ലൊരു ചൂട് ചായയുടെയും ചമ്മന്തിയുടെയോ സാമ്പാറിൻ്റെയോ ഒക്കെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കേട്ടോ, ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകുന്നതിന് മുമ്പ് ചെറു ചൂടോട് കൂടി കഴിക്കുന്നതായിരിക്കും. ആ ഒരു നല്ലൊരു മൊരുവരുപ്പോട് കൂടി കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അരിയൊന്നും അരയ്ക്കാതെ, അരിപ്പൊടി ചേർക്കാതെ, കപ്പി കാച്ചാതെ, തേങ്ങയോ ചോറോ ഒന്നും തന്നെ ചേർക്കാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി മുതൽ രാവിലെ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കാതെ ഇതേപോലെയും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. കൂടെ തന്നെ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി പുതിയ വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.